നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിന് യോജിച്ച ആളല്ലെന്നുള്ള ചർച്ചകൾ CPM-ൽ ഉരുത്തിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. രണ്ടാം തവണ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതു മുതൽ അദ്ദേഹത്തിനെതിരെ ഇത്തരം ചില സംസാരങ്ങളും ചർച്ചകളും പാർട്ടിക്കുള്ളിൽ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കത്തി നിൽക്കുന്ന സമയത്താണ് RSSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള MV ഗോവിന്ദൻ്റെ പരാമർശം വരുന്നതും അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി CPM-ന് ഉണ്ടാക്കുന്നതും. പിണറായി സംബന്ധിച്ചിടത്തോളം ആ സംസാരം അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ ആ RSS പ്രയോഗം വലിയ തോതിൽ എതിർപ്പുണ്ടാക്കി. M സ്വരാജ് പരാജയപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് MV ഗോവിന്ദൻ്റെ വിവേചനരഹിതമായ RSS പരാമർശമായിരുന്നുവെന്നാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നത്. RSSുമായി കോൺഗ്രസിനെ തടയാൻ വേണ്ടി തങ്ങൾ സഖ്യമുണ്ടാക്കിയെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ 13-ാം മണിക്കൂറിൽ പറഞ്ഞ ഒരു സംസ്ഥാന സെക്രട്ടറിയെ അധികം നാൾ വച്ചുകൊണ്ടിരിക്കുക എന്നത് പിണറായി വിജയൻ്റെ സ്വഭാവമല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, അടുത്ത തവണ CPM-ന് ഭരണം കിട്ടിയാൽ, മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതായിരിക്കും. എന്നാൽ ഇനി പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ല എന്നുള്ളിരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ MA ബേബി ചെയ്യാൻ പോകുന്നതും MV ഗോവിന്ദനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതായിരിക്കും. ചുരുക്കത്തിൽ പിണറായി വിരുദ്ധരും MV ഗോവിന്ദനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരുപോലെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം വരും കാലത്ത് പാർട്ടിയുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനും ആ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാനും MV ഗോവിന്ദനെ പോലൊരാൾക്ക് കഴിയില്ലെന്നും അതിന് കുറെ കൂടി പ്രത്യയശാസ്ത്ര അവബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ, കുറച്ചുകൂടെ അക്കാഡമിക് പശ്ചാത്തലമൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ വേണമെന്നുമാണ് പിണറായിയുടെയും പിണറായി വിരുദ്ധരുടെയും ആഗ്രഹം. വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മൂന്നാം തവണ അധികാരത്തിലേറുകയാണെങ്കിൽ KN ബാലഗോപാലിനെയോ MB രാജേഷിനെ പോലുള്ള ഒരാളായിരിക്കും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇനി പിണറായി വിജയൻ വന്നില്ല എന്നും LDFന് ഭരണം ലഭിച്ചില്ല എന്നും ഇരിക്കട്ടെ, KK ശൈലജയെ പോലൊരാളെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ MA ബേബി കരുക്കൾ നീക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ബേബിയും പിണറായിയും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്: MV ഗോവിന്ദനെ കൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ്. ഗോവിന്ദന് പകരം കൊള്ളാവുന്നൊരു നേതൃത്വം വരേണ്ടത് പാർട്ടിക്ക് അത്യാവശ്യമാണ്. അതിന് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിരവധി ചെറുപ്പക്കാരായ നേതാക്കൾ പാർട്ടിയിലുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് തന്നെ പാർട്ടിയിലുണ്ട്. അവരെ ആരെങ്കിലും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ പിണറായി വിജയനും MA ബേബിയും ഒക്കെ ആഗ്രഹിക്കുന്നത്. MV ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം അങ്ങനെ തുലാസിൽ ആടുകയാണ്. 2026 തിരഞ്ഞെടുപ്പ് വരെ മാത്രമേ MV ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ കഴിയൂവെന്ന് ഏറെക്കുറെ CPM സംസ്ഥാന നേതാക്കളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ഭരണം വന്നാലും അല്ലെങ്കിൽ ഭരണം നിലനിർത്തിയാലും ഇല്ലെങ്കിലും MV ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. അതിനു പകരം പുതിയൊരു ചെറുപ്പക്കാരായ ആളെ, അല്ലെങ്കിൽ വളരെ രീതിയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന, ജനസമ്മതിയുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറയിൽപ്പെട്ട ഒരാളെ ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് വേണമെന്നാണ് ഇപ്പോൾ സീനിയർ നേതാക്കളെല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് MV ഗോവിന്ദൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണം നിലനിർത്തിയാലും ഇല്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു.